നിങ്ങളുടെ ലാപ്ടോപ്പിൽ സെർച്ച് ബാർ നിങ്ങളുടെ ഇതേപോലത്തെ സ്ക്രീനിൽ ഇങ്ങനെ എനേബിൾ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഗൂഗിൾ ക്രോമും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒന്നും ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് അറിയാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് എഡ്ജാണ്, നിങ്ങൾ ഗൂഗിൾ ക്രോം ആണെങ്കിൽ അതിലും പറ്റും. മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓൺ ആക്കിയതിന് ശേഷം സൈഡിൽ പോയിട്ട് ഈ 3 ലൈൻസിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കിട്ടും. താഴേക്ക് സ്ക്രോൾ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും സെറ്റിങ്സ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൈവസി ആൻഡ് സെർച്ച് ദ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യാം. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അഡ്രസ് ബാർ ആൻഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ സെർച്ച് എഞ്ചിൻ യൂസർ ഇൻ അഡ്രസ് ബാർ എന്നുള്ളടത്ത് ഗൂഗിൾ ഡിഫോൾട്ട് എന്നുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഡിഫോൾട്ട് ആക്കി മാറ്റാം. ചിലപ്പോൾ യാഹുവും വേറെ ഏതെങ്കിലായിരിക്കും കിടക്കുന്നുണ്ടാവുക, അത് മാറ്റിയിട്ട് ഗൂഗിൾ ഡിഫോൾട്ട് ആക്കാം. അതുപോലെ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്തിട്ട് അഡ്രസ് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം താഴത്തെ ഈ സെർച്ച് സജഷൻ ഫിൽറ്റേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ 3 എനേബിൾ ആക്കാം. ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ പോയിട്ട് വീണ്ടും അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ആക്കിയതിന് ശേഷം വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് മോർ ടൂൾസിൽ പോവുക. മോർ ടൂൾസിൽ പോയതിന് ശേഷം ലോഞ്ച് സെർച്ച് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ ലോഞ്ച് സെർച്ച് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ സെർച്ച് ബാർ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടേൺ ഓഫ് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഗോ ആയിട്ട് കൊടുക്കാം. നമുക്ക് എന്ത് സെർച്ച് ചെയ്യാനും നമ്മൾക്ക് ഇനി സെർച്ച് എഞ്ചിൻ ഓൺ ആക്കേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് സെർച്ച് കൊടുത്താൽ മതി. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്താൽ മതി.